നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്നാക്കായിട്ടുള്ള നെയ്യപ്പമാണ്. നെയ്യപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ചില വൈകുന്നേരങ്ങളിൽ മുത്തശ്ശൻ്റെ കൂടെ ഇടവഴിയിലൂടെ നടക്കാൻ പോകുന്നതും, അങ്ങനെ നടക്കുമ്പോൾ നിലത്തുള്ള വെളുത്ത മണൽ തെറിപ്പിച്ച് നടക്കുന്നതും, ആ ഇടവഴിയുടെ സൈഡിലെ മതിലും ആ മതിലിൽ നനഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പച്ച ചെടികളും, അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോൾ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കട എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ നെയ്യപ്പത്തിൻ്റെ നല്ല മണം വരും. മുത്തശ്ശൻ അതെനിക്ക് വാങ്ങിച്ചു തരും. ഇലയിൽ വെച്ച് പേപ്പർ പൊതിഞ്ഞിട്ടാണ് അത് അവിടുന്ന് തരിക. അതും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ വേഗത കൂടും. അന്നൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അരി പൊടിച്ചിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് എളുപ്പത്തിന് അരി അരച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് കാണാം നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പച്ചരി 2 കപ്പ്, മൈദ 1 കപ്പ്, ശർക്കര 2 കപ്പ്. ശർക്കര ഞാൻ പൊടിച്ചതാണ് അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ 12 ആണിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 12 ആണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 കപ്പ് ശർക്കരയുണ്ട് പൊടിച്ചിട്ട്. പിന്നെ നെയ്യ്, ഈ തേങ്ങാക്കൊത്ത് വറക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് മതി. എള്ളും അതുപോലെ നിങ്ങളുടെ കറുത്ത എള്ളാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള. ഏലക്ക ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഉപ്പ്, ഒരു നുള്ള് വെളിച്ചെണ്ണ. നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് നമുക്കത് ആ സമയത്ത് ഒഴിച്ച് നോക്കാം. അപ്പം ഇത്രയാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി അരി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കണം. ഒരു 4 മണിക്കൂർ കുതിർന്നാൽ മതി. ഇനി ഇത് ഞാൻ കഴുകിയെടുക്കട്ടെ. ഇനി നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ശർക്കരക്കകത്തോട്ട് നമ്മൾ അരിയൊക്കെ അളന്നിട്ടുള്ള അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് ഉരുക്കാൻ വെക്കേണ്ടത്. അരി ഇപ്പം 4 മണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വാർത്തെടുത്ത് വെച്ചതാണ്. വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3ഉം കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണ്ട, ചെറിയ ചെറിയ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതൊരു 3 ട്രിപ്പായിട്ട് അരച്ചു കൊടുക്കാം നമുക്ക്. വെള്ളം ഒഴിക്കണ്ട. വെള്ളത്തിന് പകരം നമ്മൾ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. മൈദയുടെ 1/4 ഭാഗം ഇട്ടിട്ടുണ്ട്. കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. തരിതരിപ്പായിട്ട് ചെറിയൊരു തരി ഉണ്ടായാൽ മതി. തീരെ അറിയാതെ ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്തിട്ട് എടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇതിപ്പം മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഇതിപ്പം മാവ് എല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരിയൊന്നും വേണ്ട. അതുകൊണ്ട് ഏകദേശം ചെറിയൊരു തരിതരിപ്പോട് കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എള്ളാണ്. എള്ള് നന്നായിട്ട് കഴുകി അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി എനിക്ക് തന്നത് സന്ധ്യയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യക്കുട്ടി, താങ്ക് യു. ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എള്ളിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ നെയ്യ് ഒഴിക്കുന്നില്ല. ഞാൻ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് നല്ല സോഫ്റ്റ് ആവാനും നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ്. ഇതപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഇനി കട്ടി കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കൂടെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വരും. ഇനി നമുക്കിത് മാവ് കോരി ഒഴിച്ച് നെയ്യപ്പം ഉണ്ടാക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല, എന്നിട്ടും കണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ആ സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് കൊടുക്കാം. കണ്ട നല്ല ഭംഗിയുള്ള നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ നെയ്യപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഇതപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്, അതേ സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. കണ്ടോ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി ഫാമിലീസ് ലൈക്ക് pot and another pot. When they hit together, they will make sound cling.